നമസ്കാരം. മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മെയ് മാസത്തിൽ വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും അനുകൂലമായുള്ള സാഹചര്യങ്ങളും അവസരങ്ങളും വന്നു ചേരുന്നത് വഴി ആശ്വാസത്തിന് യോഗമുണ്ട്. ഉപരിപഠനത്തിന് ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികൾക്ക് തൃപ്തികരമായുള്ള രീതിയിൽ പരീക്ഷ എഴുതുവാനും പ്രവേശനം ലഭിക്കുവാനും സാധ്യതയുണ്ട്. വികസിത രാഷ്ട്രത്തിൽ ഉപരിപഠനാർത്ഥം എത്തിച്ചേർന്ന പലർക്കും ഫെബ്രുവരി മാസത്തിൽ കോഴ്സുകളൊക്കെ തീർന്നു എങ്കിലും ഈ മെയ് മാസത്തിൽ തൃപ്തികരമായിട്ടുള്ള ഉദ്യോഗം ലഭിക്കുവാനും സുരക്ഷിതത്തോടു കൂടിയതായിട്ടുള്ള ജീവിതം നയിക്കാൻ തക്കവണ്ണമുള്ള ഒരു വഴിത്തിരിവിനും സാധ്യതയുണ്ട്. പദ്ധതി സമർപ്പണത്തിൽ ലക്ഷ്യപ്രാപ്തി നേടും. കഴിഞ്ഞ ഒരു വർഷം തൊഴിൽ മേഖലകളിൽ വളരെയധികം ബുദ്ധിമുട്ടിയുള്ള പലർക്കും ആശ്വാസമേകുന്ന ഘടകങ്ങൾ വന്നു ചേരും. ഒരുപക്ഷെ വിവിധങ്ങളും വ്യത്യസ്തങ്ങളുമായിട്ടുള്ള കർമ്മപഥങ്ങളിൽ ഏർപ്പെട്ടതുകൊണ്ടായിരിക്കാം എല്ലാം ഒരു അനുഭവജ്ഞാനം നേടുക എന്ന സങ്കല്പം യാഥാർത്ഥ്യമാകുന്നത് വഴി ഈ മെയ് മാസം മുതൽ തൊഴിൽ മേഖലകളിൽ അഭൂതപൂർവമായിട്ടുള്ള വളർച്ചയ്ക്ക് അനുകൂലമായുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. അസുഖങ്ങൾ പലതും വന്നു ചേരുവാനിടയുണ്ട് എങ്കിൽ ഒരുപക്ഷെ വിദഗ്ധമായിട്ടുള്ള പരിശോധനകളൊക്കെ നടത്തുകയും സാംക്രമിക രോഗങ്ങളെ കൊണ്ടോ മറ്റു ചിലർക്ക് പകർച്ചവ്യാധികളെ കൊണ്ടോ അസ്വാസ്ഥ്യങ്ങൾ അനുഭവപ്പെടുവാനാണ് യോഗമുള്ളത്. മാരകമായിട്ടുള്ള അസുഖങ്ങളൊന്നുമില്ല എന്നറിഞ്ഞതിനാൽ ആശ്വാസത്തിനും സമാധാനത്തിനും യോഗമുണ്ട്. സച്ചിന്തകളാൽ മനസ്സമാധാനം ഉണ്ടാകും. മക്കളുടെ സംരക്ഷണം മനസ്സമാധാനത്തിന് വഴിയൊരുക്കുവാനും ഒരുപക്ഷെ അന്യദേശത്തോ വികസിത രാഷ്ട്രത്തിലോ താമസിക്കുന്ന മക്കൾക്ക് സ്ഥിരം താമസിക്കുവാനുള്ള അനുമതി ലഭിക്കുന്നത് വഴി വിദേശത്തേക്ക് മാസങ്ങളോളം താമസിക്കുവാനായിട്ട് യാത്രയ്ക്ക് തയ്യാറാകുവാൻ ഇടയുണ്ട്. സംസർഗ ഗുണത്താൽ ചിന്തകൾ വർദ്ധിക്കും. ഭക്ഷ്യവിഷബാധ ഏൽക്കാതെ സൂക്ഷിക്കേണ്ടതാണ്. സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ സുവ്യക്തമായിട്ടുള്ള നിർദ്ദേശം തേടിക്കൊണ്ട് അവലംബിക്കുന്നതിന്റെ വെളിച്ചത്തിൽ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കും. കാർഷികമായിട്ടുള്ള മേഖലകളിൽ പല വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് വഴി വ്യത്യസ്തമായി അല്ലെങ്കിൽ വിവിധങ്ങളായിട്ടുള്ള വിളകൾക്ക് അനുസൃതമായിട്ടുള്ള കൃഷി രീതികൾ നടത്തുന്നത് വഴി അനുകൂലമായിട്ടുള്ള വിളവെടുപ്പ് വന്നു ചേരുവാനും ഇനി മുതൽ ദീർഘകാല വിളകൾക്ക് അനുസൃതമായിട്ടുള്ള കൃഷി രീതികളൊക്കെ തുടക്കം കുറിക്കുവാൻ തീരുമാനിക്കുവാനും ഇടയുണ്ട്. തന്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോടുകൂടിയ ഉദ്യോഗം ജീവിത പങ്കാളിക്ക് വന്നു ചേരുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. അർഹമായിട്ടുള്ള പൂർവിക സ്വത്ത് രേഖാപരമായി ലഭിക്കും. അറിവുള്ളതിനേക്കാൾ ഭംഗിയായിട്ട് അവതരിപ്പിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. വ്യക്തി സ്വാതന്ത്ര്യത്താൽ പ്രസ്ഥാനത്തിന് ഏറ്റവും അനുയോജ്യമായുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുവാനും ഒരുപക്ഷെ മേലധികാരികളൊക്കെ തൃപ്തിയാവുക എന്നതിനേക്കാളുപരി ഉടമസ്ഥർക്ക് ഭാവിയിലേക്ക് ഗുണകരമായിട്ടുള്ള രീതിയിൽ പദ്ധതികൾ സമർപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒരു വിഭാഗത്തിന്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. നടപടിക്രമങ്ങളിൽ കൃത്യത പാലിക്കുന്നത് വഴി വിപരീതമായിട്ടുള്ള സാഹചര്യങ്ങളെ അതിജീവിക്കാൻ സാധിക്കും. പ്രതിസന്ധികളെ തളരാതെ പ്രവർത്തിക്കാനുള്ള ആർജവം മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. ബന്ധുമിത്രാദികളോടൊപ്പം വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്താൻ അവസരം വന്നു ചേരും. ഊഹാപോഹങ്ങൾ പലതും വന്നു ചേരുമെങ്കിലും സത്യാവസ്ഥകൾ മനസ്സിലാക്കാതെ പ്രതികരിക്കരുത്. പിതാവിന് അസുഖങ്ങൾ പലതും വർദ്ധിക്കുന്നതിന്റെ വെളിച്ചത്തിൽ ഇനി മുതൽ മാതാപിതാക്കളെ ഒരുമിച്ച് താമസിപ്പിക്കുക എന്ന സങ്കല്പത്തോടുകൂടി അതിന് തക്കവണ്ണം തൊഴിൽ ക്രമീകരിക്കുവാൻ സാധ്യത കാണുന്നതുമുണ്ട്. വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന പലർക്കും വളരെ വർഷങ്ങളായിട്ട് അവിടെ താമസിക്കുന്നു. എന്നാൽ ഇനി മുതൽ ജന്മനാട്ടിലേക്ക് സ്ഥിരതാമസമാക്കുവാനും ജന്മനാട്ടിൽ ഒരു തൊഴിൽ മേഖല തുടങ്ങുവാനുള്ള തീരുമാനം കൈക്കൊള്ളും. പക്ഷേ ജന്മനാട്ടിൽ തുടങ്ങിയാൽ അത് വിജയിക്കുമോ എന്ന് അതിന്റെ കൃത്യമായുള്ള രീതിയിൽ മനസ്സിലാക്കിയിട്ട് മാത്രമേ പ്രവർത്തിക്കാവൂ. അല്ലാത്ത പക്ഷം പരാജയം ഉണ്ടാകുവാൻ ഇടയുണ്ട്. ഈ കാര്യങ്ങളെല്ലാം വിദഗ്ധമായിട്ടുള്ള നിർദ്ദേശം തേടുന്നതിന്റെ വെളിച്ചത്തിൽ ഒരുപക്ഷെ തൽക്കാലത്തേക്ക് ജന്മനാട്ടിൽ തുടങ്ങുവാൻ ഉദ്ദേശിക്കുന്ന കർമ്മമണ്ഡലങ്ങളിൽ നിന്നും പിന്മാറുവാനുള്ള ആത്മപ്രചോദനം ഉണ്ടാകും. പരസ്പര വിരുദ്ധമായുള്ള പ്രവർത്തനങ്ങൾ
ഏർപ്പെടുന്ന പല സുഹൃത്തുക്കൾക്കും നിർദ്ദേശങ്ങൾ നൽകുവാൻ അവസരം വന്നു ചേരും. വേണ്ടപ്പെട്ടവരുടെ വിഷമാവസ്ഥകൾക്ക് ശാശ്വത പരിഹാരം നിർദ്ദേശിക്കാൻ സാധിക്കുന്നത് വഴി കൃതാർത്ഥതയും സമാധാനവും ഉണ്ടാകുവാനിടയുണ്ട്. വിശ്രമം എന്നിവ വിശ്രമത്താലും വിദഗ്ധമായുള്ള ചികിത്സകളാലും ഗർഭം ധരിക്കുവാനും ഒരുപക്ഷെ യാത്രകളെല്ലാം ഈ ഒരു മാസം വേണ്ട എന്ന് വയ്ക്കുവാനും ഇതിന്റെ വെളിച്ചത്തിൽ ജോലിയിൽ നിന്നും ഒരുപക്ഷെ രാജിവെക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. മാർച്ച് മാസത്തിൽ പൂർത്തീകരിക്കേണ്ടതായിട്ടുള്ള പല പദ്ധതികളും ഔദ്യോഗികമായിട്ടുള്ള കർമ്മമണ്ഡലങ്ങളോട് ബന്ധപ്പെട്ടതായിട്ടുള്ള പദ്ധതികളാണ്. ഈ മാസത്തിൽ അതൊരു പൂർത്തീകരിക്കുവാനുള്ള സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. ഗഹനമായിട്ടുള്ള വിഷയങ്ങൾ ലളിതമായിട്ട് അവതരിപ്പിക്കാൻ സാധിക്കും. പൊതുവെ ഈ മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ടുള്ള രീതിയിൽ ലക്ഷ്യപ്രാപ്തി എത്തിക്കുവാനുള്ള സാഹചര്യങ്ങൾ പോലും ഈ ഒരു മെയ് മാസത്തിൽ മൂല നക്ഷത്രക്കാർക്ക് യോഗം കാണുന്നുണ്ട്. പൂരാട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മെയ് മാസത്തിൽ ഉപരിപഠന പ്രവേശന പരീക്ഷകൾ എഴുതുന്നവർക്ക് അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കുവാനിടയുണ്ട്. പദ്ധതി സമർപ്പിക്കുന്നതിൽ കഴിഞ്ഞ ഒരു വർഷമായിട്ട് സമർപ്പിക്കേണ്ടതായിരുന്നു, പല സാഹചര്യങ്ങളെ കൊണ്ടും സാധിക്കാത്തതിന്റെ വെളിച്ചത്തിൽ മെയ് മാസത്തിൽ അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുവാനും അർഹമായിട്ടുള്ള വിധത്തിൽ അനുഭവത്തിൽ വന്നു ചേരുവാൻ, അതായത് പാഠ്യപദ്ധതിയാണെങ്കിൽ അതിൽ വിജയം കൈവരിക്കും. കർമ്മമണ്ഡലങ്ങളോട് ബന്ധപ്പെട്ടതായിട്ടുള്ള പദ്ധതികളാണെങ്കിൽ അതിന് അനുകൂലമായിട്ടുള്ള അവസരങ്ങൾ വന്നു ചേരും. വളരെ ഏറ്റവും നല്ല നിലയിലൊരു വഴിത്തിരിവിനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. വ്യാപാരം, വിപണനം, വിതരണം എന്നീ മേഖല പ്രവർത്തിക്കുന്നവർക്ക് കഴിഞ്ഞ ഒരു വർഷം വളരെയധികം ബുദ്ധിമുട്ടുകളെ അനുഭവിക്കേണ്ടതായ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതിന്റെ വെളിച്ചത്തിൽ ഒരു കരകയറ്റം എന്നുള്ള നിലയിൽ നിലനിൽപ്പിന് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാനും ഇനി മുതൽ ഇതെല്ലാം തന്നെ നിലനിർത്തിക്കൊണ്ടുപോകാൻ തക്കവണ്ണമുള്ള സാഹചര്യങ്ങൾക്ക് അനുസരിച്ചുള്ള അവസരങ്ങളും അന്വേഷണങ്ങളും വന്നു ചേരുവാൻ മെയ് മാസം മുതൽ യോഗം കാണുന്നതുമുണ്ട്. ഉപദേശക സമിതിയിൽ ഉൾപ്പെട്ടതിനാൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുവാനും ഒരുപക്ഷെ ഇതിന്റെ വെളിച്ചത്തിൽ ജോലി സ്ഥലത്ത് സ്ഥിരതാമസമാക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. എന്നിരുന്നാൽ പോലും വളരെ നിർണായകമായുള്ള വഴിത്തിരിവ് ഉണ്ടാകുന്ന വിധത്തിൽ പ്രവർത്തന മണ്ഡലങ്ങൾ കാഴ്ചവെക്കുവാൻ അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. സമചിത്തതയോടുകൂടിയതായുള്ള സമീപന ശൈലി സർവാദരങ്ങൾക്കും വഴിയൊരുക്കും. നിരവധി കാര്യങ്ങൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ചെയ്തു തീർക്കാൻ സാധിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. വിദേശത്ത് സ്ഥിരം താമസിക്കുവാനുള്ള അനുമതി ലഭിക്കുവാനിട വരും. മറ്റു ചിലർക്ക് സകുടുംബം വികസിത രാഷ്ട്രത്തിലേക്ക് സ്ഥിരതാമസത്തിനുള്ള അപേക്ഷകൾ മാസങ്ങളോളമായിട്ട് അപേക്ഷിച്ചിരുന്നു. അവിചാരിതമായിട്ട് ഈ മാസത്തിൽ തന്നെ അവസരങ്ങൾ വന്നു ചേരുന്നത് വഴി നിലവിലുള്ള സ്ഥാപനത്തിൽ രാജിക്കത്ത് നൽകുവാൻ സാധ്യതയുണ്ട്. ക്രിയാത്മകമായി പ്രവർത്തിക്കുന്നതിനാൽ ഏതൊരു വിപരീതമായുള്ള സാഹചര്യങ്ങളെയും അതിജീവിക്കാൻ സാധിക്കും. വർദ്ധിച്ചു വരുന്ന ചെലവിനങ്ങളെ കൊണ്ട് നിലവിലുള്ള രാജ്യത്ത് നിന്നും മറ്റ് രാജ്യങ്ങളിലേക്ക് ജോലിക്ക് അപേക്ഷകൾ നൽകുവാൻ അവസരം വന്നു ചേരും. പ്രത്യേക വിഭാഗം പഠിക്കാനൊരു അവസരം ഉണ്ടാകുന്നത് വഴി ചില വിദ്യാർത്ഥികൾ, ചില ഉദ്യോഗത്തിലിരിക്കുന്നവർ ജോലി രാജിവെച്ചും കൊണ്ട് പഠിക്കാനൊരു അവസരത്തെ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. എന്നാൽ മറ്റു ചിലർക്ക് ജോലിയോടൊപ്പം പഠിക്കാനും, വിദ്യാർത്ഥികൾക്കാണെങ്കിൽ പഠിക്കുന്നതോടൊപ്പം ജോലി ചെയ്യുവാനുമുള്ള അവസരങ്ങൾ വന്നു ചേരുവാനും ഇടയുണ്ട്. ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗമായിട്ട് ദുശീലങ്ങൾ ഉപേക്ഷിക്കുകയും പ്രകൃതി ഭക്ഷണ രീതികൾ അവലംബിക്കുകയും ഒരുപക്ഷെ ഇതിന്റെ വെളിച്ചത്തിൽ മനസ്സിന് ഒരു ദൃഢത കേന്ദ്രീകരിക്കുന്നതിന്റെ ഭാഗമായിട്ട് വ്യായാമം, മെഡിറ്റേഷൻ മുതലായവയൊക്കെ തന്നെ ഇതിന് സ്വീകരിക്കുവാനും അതൊരു പരിശീലനം തുടങ്ങുവാനും സാധ്യതയുണ്ട്. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമായിട്ടുള്ള സാന്നിധ്യം വേണ്ടിവരും. കാർഷികമായിട്ടുള്ള മേഖലകളിൽ അനുകൂലമായിട്ടുള്ള വിളവെടുപ്പ് വന്നു ചേരുന്നത് വഴി ഇനി മുതൽ ഈ ഒരു പാത തുടരുവാൻ തീരുമാനിക്കുവാനിടയുണ്ട്. ലക്ഷ്യബോധത്തോടുകൂടിയതായ പ്രവർത്തനങ്ങളിൽ അനുകൂലമായുള്ള വിജയം കൈവരിക്കാനിട വരും. ഗുരുകാരണന്മാരുടെ അനുഗ്രഹാശിസ്സുകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കാൻ സാധ്യത കാണുന്നുണ്ട്. പരോപകാരപ്രദമായിട്ടുള്ള പ്രവർത്തന മണ്ഡലങ്ങളിൽ
വേണ്ടപ്പെട്ടവരോടൊപ്പം സഹകരിക്കുന്നത് വഴി കൃതാർത്ഥതയും സമാധാനവും ഉണ്ടാകും. ഉത്തരവാദിത്വങ്ങൾ അതിന്റെ മൂല്യത്തോടുകൂടി ഏറ്റെടുക്കുകയും അതിന്റെ ലക്ഷ്യം നിർവഹിക്കാൻ തക്കവണ്ണം അഹോരാത്രം പ്രവർത്തിക്കാൻ എല്ലാം വളരെ ലാഘവത്തോടുകൂടി തന്നെ അഹോരാത്രം പ്രവർത്തിക്കാൻ തീരുമാനിക്കും. പാരമ്പര്യ പ്രവർത്തികളിൽ സജീവമായി പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള അംഗീകാരം, ജനസമ്മതിയും വന്നു ചേരുവാൻ ഇടയുണ്ട്. വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് കർമ്മമണ്ഡലങ്ങൾക്ക് രൂപകൽപ്പന ചെയ്യുവാനും ആധുനിക സംവിധാനം അവലംബിക്കാനും അവസരം വന്നു ചേരും. സഹജമായിട്ടുള്ള കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കുവാനിടയുണ്ട്. അഭിപ്രായ സമന്വയത്തോടുകൂടിയതായുള്ള സാഹചര്യങ്ങൾ ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാൻ സാധിക്കും. ആദർശങ്ങൾ സ്വന്തം ജീവിതത്തിൽ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായിട്ട് ചില കാര്യങ്ങളിലെല്ലാം സഹിഷ്ണുതയും ക്ഷമയും ആർജിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. നിഷ്ഠയോടുകൂടിയതായിട്ടുള്ള പ്രവർത്തന ശൈലി പലർക്കും മാതൃകാപരമായി എന്നറിഞ്ഞതിനാൽ കൃതാർത്ഥതയ്ക്കും സമാധാനത്തിനും യോഗം കാണുന്നുണ്ട്. പിതൃതുല്യനായിട്ടുള്ള ബന്ധുവിന്റെ അകാല വിയോഗം മനോവിഷമത്തിന് വഴിയൊരുക്കുവാൻ സാധ്യത കാണുന്നു. നിലവിലുള്ള ഗ്രഹത്തിന് വാസ്തുശാസ്ത്രപ്രകാരം പരിവർത്തനങ്ങൾ നടത്തുവാൻ തയ്യാറാകും. വിഭാവനം ചെയ്ത പദ്ധതികൾക്ക് അനുകൂലമായിട്ടുള്ള അവസരങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. തന്മയത്വത്തോടുകൂടിയതായുള്ള സമീപനവും പ്രതികരണവും അനുകൂലമായുള്ള അവസരങ്ങൾക്ക് വഴിയൊരുക്കുവാൻ സാധ്യത കാണുന്നു. സഹപ്രവർത്തകരുടെ ദീർഘവീക്ഷണത്തോടു കൂടിയതായിട്ടുള്ള ആശയങ്ങൾ അവലംബിക്കുകയും അതിന്റെ വെളിച്ചത്തിൽ അവർക്കും ശമ്പള വർധനവ് ഉണ്ടാകുന്ന വിധത്തിൽ പ്രവർത്തിക്കാനുള്ള അവസരം ഉണ്ടാകുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാൻ യോഗമുണ്ട്. ഭക്ഷ്യവിഷബാധ ഏൽക്കാതെ സൂക്ഷിക്കണം. സാംക്രമിക രോഗങ്ങളോ പകർച്ചവ്യാധിയോ പിടിപെടുവാനിടയുള്ളതുകൊണ്ട് 4-5 ദിവസം ഗൃഹത്തിൽ ഇരുന്നു കൊണ്ട് ജോലി ചെയ്യേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. ഒരുപക്ഷെ ഈ മാസത്തിന്റെ ആദ്യത്തെ പകുതിയിൽ മിക്ക ദിവസങ്ങളിലും വളരെ വൈകിട്ട് മാത്രമേ ഗൃഹത്തിൽ എത്തിച്ചേരുവാൻ, അതായത് ഔദ്യോഗികമായിട്ടുള്ള ചുമതലകളെല്ലാം നിർവഹിച്ചും കൊണ്ട് വളരെ വൈകിട്ട് മാത്രമേ ഗൃഹത്തിൽ എത്തിച്ചേരുവാൻ സാധ്യത പോലും കാണുന്നതുമുള്ളൂ. ഇതാണ് പൂരാട നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഈ മെയ് മാസത്തിലെ അനുഭവയോഗ്യമായിട്ടുള്ള ഫലങ്ങൾ.